നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഇറാൻ ഒരു പിടിക്ക് ഒതുങ്ങിയതാണ്. ഖമനേയി മാളത്തിൽ നിന്ന് പുറത്തു വരാറേയില്ല. എന്നാൽ ഇപ്പോൾ വൈറ്റ് ഹൗസിലെ ആ പഴയ കൗബോയിയെ പിടിച്ചുകെട്ടുമെന്നാണ് ഖമനേയിയുടെ വെല്ലുവിളി. ഇറാനെ ഭീഷണി കൊണ്ട് അടക്കി നിർത്താമെന്ന് കരുതിയ ട്രംപിന് തെറ്റി. ഇറാനിലെ ആഭ്യന്തര കലഹങ്ങളിൽ എണ്ണയൊഴിച്ച് ആളിക്കത്തിച്ചാൽ വൻ ലാഭം കൊയ്തെടുക്കാമെന്ന ട്രംപിന്റെ വ്യാമോഹത്തിന് ഇറാൻ UN-ൽ മറുപടി കൊടുത്തിരിക്കുകയാണ്. ട്രംപിന്റെ പ്രകോപനപരമായ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റുകൾക്ക് ഇറാൻ നൽകിയ മറുപടി വെറുമൊരു വാക്കല്ല, അതൊരു താക്കീതാണ്. അമേരിക്കയ്ക്കെതിരെ നടപടിയെടുക്കാനാണ് UN സുരക്ഷാ കൗൺസിലിനോട് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. രാജ്യത്തിനെതിരെ സൈനിക ആക്രമണം നടത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കെതിരെയാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇറാൻ പരാതി നൽകിയത്. ട്രംപിന്റെ വീണ്ടുവിചാരമില്ലാത്ത ഭീഷണികളെ അപലപിച്ചുകൊണ്ട് ഇറാനിയൻ അംബാസിഡറും UN-ലെ സ്ഥിരം പ്രതിനിധിയുമായ അമീർ സയ്യിദ് ഇറവാനി UN സെക്രട്ടറി ജനറലിന് കത്തയച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ ആണവായുധ പദ്ധതി തുടരുകയാണെങ്കിൽ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇറാൻ വീണ്ടും ശക്തി പ്രാപിക്കാൻ ശ്രമിക്കുന്നതായി കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ തകർക്കേണ്ടി വരും, നമ്മൾ അവരെ തകർക്കും. മിസൈൽ പദ്ധതി തുടരുകയാണെങ്കിൽ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തും എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. ഈ പരാമർശങ്ങൾ രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരായ ഭീഷണിയെയും ബലപ്രയോഗത്തെയും വിലക്കുന്ന UN ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 2-4 നേരിട്ടുള്ള ലംഘനമാണെന്ന് അമീർ സയ്യിദ് ഇറവാനി പറയുന്നു. 2025 ജൂൺ 13-നും 24-നും ഇടയിൽ ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേൽ ഭരണകൂടവും നടത്തിയ നിയമവിരുദ്ധമായ ആക്രമണം കണക്കിലെടുത്ത് ട്രംപിന്റെ ഭീഷണികളുടെ ഗൗരവം വിലയിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അമേരിക്കയ്ക്ക് അന്താരാഷ്ട്ര ഉത്തരവാദിത്തമുണ്ടെന്ന ഉദ്ദേശത്തോടെയുള്ള നിയമവിരുദ്ധമായ പെരുമാറ്റ രീതി തുടരുമെന്നതിനുള്ള ഭീഷണിയാണ് ട്രംപിന്റെ പരാമർശങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കി. UN ചാർട്ടറിനും അന്താരാഷ്ട്ര നിയമത്തിനും കീഴിലുള്ള ബാധ്യതകൾ പാലിക്കാൻ, എല്ലാ ഭീഷണികളും ബലപ്രയോഗങ്ങളും അവസാനിപ്പിക്കാൻ, UN-ന്റെ ഉദ്ദേശങ്ങൾക്കും തത്വങ്ങൾക്കും അനുസൃതമായ രീതിയിൽ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരം അംഗമെന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനും ഐക്യരാഷ്ട്രസഭ US-നോട് ആവശ്യപ്പെടണം, അമീർ സയ്യിദ് ഇറവാനി വ്യക്തമാക്കി. ലോകം ഭയക്കുന്നൊരു ശക്തിക്ക് മുന്നിലും തലകുനിക്കാത്ത ഇറാന്റെ പാരമ്പര്യം ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇറാന്റെ ഐക്യരാഷ്ട്രസഭ അംബാസിഡർ അമീർ സയ്യിദ് ഇറവാനി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനും സുരക്ഷാ കൗൺസിലിനും അയച്ച കത്ത് ഇപ്പോൾ വൈറ്റ് ഹൗസിന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. ട്രംപിന്റെ പ്രസ്താവനകൾ UN ചാർട്ടറിന്റെ ലംഘനമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന ട്രംപിനെ ലോകം അപലപിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ആഭ്യന്തര പ്രശ്നങ്ങളെ മുതലെടുത്ത് സൈനിക ഇടപെടലിന് കോപ്പുകൂട്ടുന്ന അമേരിക്കയുടെ കുതന്ത്രങ്ങൾ ഇനി നടപ്പില്ലെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ഇതിനിടെ ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. സമാധാനപരമായ പ്രതിഷേധക്കാരെ ഇറാൻ കൊലപ്പെടുത്തിയാൽ ഞങ്ങൾ രക്ഷയ്ക്കെത്തും എന്ന ട്രംപിന്റെ പ്രസ്താവനയെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി പുച്ഛിച്ചു തള്ളി. മേഖലയെ മുഴുവൻ കുഴപ്പത്തിലാക്കാനേ അമേരിക്കൻ ഇടപെടൽ സഹായിക്കൂ എന്ന് അദ്ദേഹം ആഞ്ഞടിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയും കറൻസി തകർച്ചയും ഇറാനെ വലയ്ക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത് പരിഹരിക്കാൻ ജനങ്ങളോട് നേരിട്ട് സംസാരിക്കുന്ന, തന്റെ സർക്കാരിന് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുന്ന മസൂദ് പെസഷ്കിയാൻ എന്ന പ്രസിഡന്റ് ഇറാനിൽ പുതിയൊരു മാറ്റത്തിന്റെ കാഹളം കൂടി മുഴക്കുന്നുണ്ട്. മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളെ കേൾക്കാൻ തയ്യാറായ ഈ നേതാവ് പക്ഷേ പുറത്തുനിന്നുള്ള ശത്രുക്കൾക്ക് മുന്നിൽ അതിശക്തനാണ്. കഴിഞ്ഞ ജൂണിൽ അമേരിക്ക ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തിട്ടും നെതന്യാഹുവിനൊപ്പം നിന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിട്ടും ഇറാൻ ഇന്നും തല ഉയർത്തി തന്നെ നിൽക്കുന്നു. ഇസ്രയേലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇറാനെ തകർക്കും എന്ന വീരവാദം മുഴക്കുന്ന ട്രംപ് ഒരു കാര്യം മറന്നുപോകുന്നുണ്ട്. ഉപരോധങ്ങൾ കൊണ്ടോ ബോംബുകൾ കൊണ്ടോ തകർക്കാൻ കഴിയുന്നതല്ല ഇറാൻ ജനതയുടെയും അവിടുത്തെ നേതൃത്വത്തിന്റെയും ആത്മവീര്യം. 12 ദിവസത്തെ സംഘർഷത്തിലും തുടർച്ചയായ ഭീഷണികളിലും ഇറാൻ തളർന്നിട്ടില്ല എന്നോർക്കണം. ഏതൊരു ആക്രമണത്തിനും കടുത്ത പ്രതികരണം ഉണ്ടാകുമെന്നാണ് പെസഷ്കിയാൻ ആവർത്തിക്കുന്നത്. അത് വെറും വാക്കല്ലെന്ന് ലോകത്തിനിപ്പോൾ അറിയാം. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തുടർന്നും ആക്രമിക്കാനുള്ള സാധ്യത ഇറാൻ മുന്നിൽ കാണുന്നുണ്ടെന്ന് വ്യക്തമാണ്. ഔദ്യോഗിക ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നത് ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഇസ്രയേലുമായി 12 ദിവസം നീണ്ടുനിന്ന യുദ്ധസമയത്തേക്കാൾ ശക്തമായ നിലയിലാണ് ഇറാൻ ഇപ്പോഴെന്ന് പ്രസിഡന്റ് പറയുന്നതും വെറുതെയല്ല. ആയുധങ്ങളുടെയും സേനാബലത്തിന്റെയും കാര്യത്തിൽ മുൻപത്തേക്കാൾ ശക്തമാണെന്നാണ് മുന്നറിയിപ്പ്. രാജ്യത്തിനകത്ത് എന്തെങ്കിലും സംഭവിച്ചു കാണാൻ ശത്രുക്കൾ കാത്തിരിപ്പുണ്ടെന്നും ഒരുമിച്ച് നിൽക്കണമെന്നും അഭിമുഖത്തിൽ ഇറാൻ പ്രസിഡന്റ് പറയുന്നുണ്ട്. രാജ്യത്ത് ലിംഗപരമോ മതവംശീയ വിശ്വാസപരമോ ആയ ഒരു വിവേചനവും ഇല്ലെന്ന് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞതും ശ്രദ്ധേയമാണ്.
ഇസ്രയേൽ ഉൾപ്പെടെ നേരത്തെ ഇത് വിഷയമാക്കി ഉയർത്തിയിരുന്നു. ഉപരോധങ്ങൾ കാരണം നേരിടുന്ന പ്രതിസന്ധികളും ഇറാൻ പ്രസിഡന്റ് വിവരിച്ചു. ബാരലിന് $75 വിറ്റിരുന്ന എണ്ണ ഇപ്പോൾ $50 വിൽക്കുന്നത്. എങ്കിലും പുതുവർഷത്തിൽ $2.5 ബില്യൺ സബ്സിഡിയായി നൽകുമെന്നാണ് മസൂദ് പെസഷ്കിയാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്: ഇറാനെ തളർത്താൻ ഇറങ്ങിയവരൊക്കെ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ട്രംപ് തന്റെ ഭീഷണികളുമായി വൈറ്റ് ഹൗസിൽ ഇരിക്കുമ്പോൾ ഇറാൻ അന്താരാഷ്ട്ര നീതിപീഠങ്ങളിൽ അമേരിക്കയെ പ്രതിക്കൂട്ടിലാക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയും പണപ്പെരുപ്പവും കൊണ്ട് ഒരു രാജ്യത്തെ തകർക്കാമെന്ന് കരുതുന്നത് രാഷ്ട്രീയ വിഡ്ഢിത്തമാണ്. ജനതയുടെ വികാരം മനസ്സിലാക്കുന്ന ഭരണകൂടവും പുറത്തെ ശത്രുവിനെ തിരിച്ചറിയുന്ന സൈന്യവും ഇറാനെ എപ്പോഴും അജയ്യമായി നിർത്തുകയാണ്. ട്രംപിന്റെ ഭീഷണികൾ വെറും ജലരേഖകളാകുമോ അതോ മറ്റൊരു മഹാപ്രതിസന്ധിക്ക് വഴിമരുന്നിടുമോ? ലോകം ഉറ്റുനോക്കുന്നത് അതാണ്. ഒന്നു മാത്രം ഉറപ്പ്: മുട്ടുകുത്തിക്കാൻ വരുന്നവർക്ക് മുന്നിൽ ഇറാൻ ഇന്നും തലയുയർത്തി തന്നെ നിൽക്കുന്നു. മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.